വിമാനം പറത്തുക എന്നത് മിഥുന്റെ സ്വപ്നമായിരുന്നു. സ്വന്തമായി കുഞ്ഞു വിമാനമുണ്ടാക്കിയാണ് ആ യുവാവ് തന്റെ സ്വപ്നത്തിന് ചിറക് നൽകിയത്. തൃശൂർ മനക്കൊടിയിലെ മാനത്ത് കുഞ്ഞു വിമാനത്തിന്റെ ഇരമ്പൽ കേട്ടാൽ ഉറപ്പിക്കാം അത് മിഥുനാണ്. തന്റെ സ്വപ്നങ്ങൾക്ക് സ്വന്തമായി ചിറക് പിടിപ്പിച്ച മിഥുൻ വീടിന് മുകളിൽ സ്വന്തമായി ഉണ്ടാക്കിയ ചെറിയ പനിപ്പുരയിലിരുന്നാണ് 10ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള മിഥുന്റെ വിമാന നിർമ്മാണം. ശങ്കരക്കൽ ഉദയൻ സുനിത ദമ്പതികളുടെ മകനായ മിഥുനെ വിമാനം കൗതുകം മാത്രമല്ല സ്വപ്നവുമായിരുന്നു. ഇപ്പോൾ അച്ഛനും അമ്മയും കൂടെയില്ല. എയറോനോട്ടിക്കൽ മേഖലയിലെ പഠനമെന്ന സ്വപ്നം പണ്ടേ പൊലിഞ്ഞതാണ്. എങ്കിലും യൂട്യൂബ് നോക്കിയും കളിവിമാനങ്ങൾ അഴിച്ചും ചേർത്തും മിഥുൻ വിമാനത്തെക്കുറിച്ച് പഠിച്ചു. പക്ഷെ നമ്മുടെ ആഗ്രഹം എന്താ വെച്ച് കഴിഞ്ഞാൽ അതെ ഇവിടെ കൊണ്ടുവരിക, ഇതേപോലെ ആക്കുക, ഫ്ലൈ ആക്കുക. അതിൻ്റെ ഒരു സുഖം അത് എങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഹാപ്പിയാണ്. ഈ പ്ലെയിനിൽ ഫ്ലൈ ആവണേൽ നല്ല ഹാപ്പിയാണ്. പിന്നെ പല ടൈപ്പ് പ്ലെയിൻ ഇപ്പോൾ കയ്യിലുണ്ട്. ബിഗിനേഴ്സ് തൊട്ട് അത്യാവശ്യം ട്രെയിൻഡ് ആയ ആൾക്കാർക്ക് വരെ ഫ്ലൈ ചെയ്യാൻ പറ്റുന്ന മോഡൽസ് ഇപ്പോൾ കയ്യിലുണ്ട്. അതായത് നമ്മൾ മേക്ക് ചെയ്തിട്ട് അവിടെ വരെ എത്തിയതാട്ടോ. നമ്മൾ അതൊക്കെ ഓടിച്ചിട്ടാണ് ഓടിച്ച് പഠിച്ച് വരുന്നത്. ഏകദേശം ഒരെണ്ണം മേക്ക് ചെയ്യണമെങ്കിൽ എൻ്റെ ഒരു കണക്ക് കൂട്ടൽ ഒരു 15,000 ഇലക്ട്രോണിക്സ് മാത്രമായിട്ട് വേണം. പിന്നെ നമ്മുടെ ഒരു കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഈ പ്ലെയിൻ 2 മാസം നമുക്ക് എപ്പോഴാണ് പണി കഴിക്കുക, ഒരു ദിവസം 2 ദിവസം കൊണ്ടൊന്നും പണി കഴിക്കാൻ പറ്റില്ല. നമ്മുടെ മൈൻഡ് വരണ പോലെ ഇരിക്കും ഓരോന്ന് പണി കഴിക്കുക. ഇതൊരു 2 മാസം, ഇത് ഒരു മാസം കൊണ്ട് പണിതാണ്. അലുമിനിയം ഫാബ്രിക്കേഷനാണ് മിഥുന്റെ തൊഴിൽ മേഖല. തെർമോകോളും മറ്റ് അനുബന്ധ സാമഗ്രികളും ഉപയോഗിച്ച് ഏറെ സമയമെടുത്താണ് വിമാന നിർമ്മാണം. ഇതിനകം ഒട്ടേറെ കുഞ്ഞു വിമാനങ്ങൾ ഈ ചെറുപ്പക്കാരൻ ഉണ്ടാക്കി കഴിഞ്ഞു. പണം ഏറെ ചിലവാകും. എങ്കിലും കുഞ്ഞു വിമാനങ്ങൾ മാനത്ത് പറക്കുന്നത് കാണുമ്പോഴുള്ള സന്തോഷം ഈ യുവാവിൻ്റെത് മാത്രമല്ല, ഒരു നാടിൻ്റെത് കൂടിയാണ്. CCTV